രാത്രി 10 മണി കഴിഞ്ഞു. നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ട്രെയിൻ 10:35 എറണാകുളം ജംഗ്ഷനിലെത്തുന്നത്. നമ്മളിന്ന് കാശ്മീർ ട്രിപ്പ് നമ്മുടെ ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് രാജധാനി എക്സ്പ്രസ്സിലാണ്. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ട്രെയിൻ സ്റ്റേഷനിലേക്ക് എത്തി. അപ്പോൾ നമ്മുടെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഒത്തിരി നാളത്തെ ആഗ്രഹം 2-3 മാസമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമായിരുന്നു. നമ്മൾ യാതൊരു ഏജൻസിയോ പാക്കേജോ ഒന്നും എടുക്കാതെ സെൽഫായിട്ടാണ് പോകുന്നത് കേട്ടോ. പിന്നെ അങ്ങനെ ഒത്തിരി നാളത്തെ ആഗ്രഹം ആയതുകൊണ്ട് രാജധാനിയിൽ തന്നെ ഫസ്റ്റ് AC കൂപ്പയിൽ പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കറക്റ്റ് 60 ദിവസം മുമ്പ് ഇങ്ങനെ നോക്കി ഇന്ന് ബുക്ക് ചെയ്ത് കിട്ടിയതാണ് കേട്ടോ. നമുക്ക് കൂപ്പയ്ക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയൊക്കെയാണ് അല്ലെങ്കിൽ കപ്പിളായിരിക്കണം. അപ്പോൾ നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ പോലും കുട്ടികൾക്ക് ഹാഫ് ടിക്കറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് കൂപ്പ കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു കേട്ടോ കൂപ്പയിൽ ഇങ്ങനെ ഒന്ന് ട്രാവൽ ചെയ്യണമെന്നും. അപ്പോൾ അങ്ങനെ നമ്മൾ 1 വേ ട്രെയിനും റിട്ടേൺ ഫ്ലൈറ്റിനുമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കാശ്മീർ ട്രിപ്പ് ഇവിടെ ആരംഭിക്കുകയാണ്. അങ്ങനെ ട്രെയിനിൽ കയറി മൂവ് ആയില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് വെള്ളം കൊണ്ടു തന്നു. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് വെജ് വേണോ നോൺ വെജ് വേണോ എന്ന് ചോദിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഫുഡ് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. വെജ് നോൺ വെജ് ഓപ്ഷനുണ്ട്. നമ്മൾ നോൺ വെജാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്നാലും അവർ വന്ന് ഓരോ സമയത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, വെജ് വേണോ നോൺ വെജ് വേണോ എന്നൊക്കെ. അപ്പം എന്തായാലും നല്ലൊരു കൂപ്പയാണ്. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് അലാറം സിസ്റ്റം ഉണ്ട്. അതുപോലെ അത്യാവശ്യം നന്നായി നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. നമുക്ക് കിടക്കുമ്പം വിരിച്ച് കിടക്കാൻ വേണ്ടിയുള്ള ബെഡ്ഷീറ്റും പുതയ്ക്കാനുള്ള ബ്ലാങ്കറ്റും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താണ് നമ്മുടെ H1 കൂപ്പയാണ് നമ്മുടെ കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മളിവിടുന്ന് ടോയ്ലറ്റിലോട്ട് പോകുന്ന ആ ഒരു റൂം കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ കാശ്മീർ പോകുന്നവർ ബഡ്ജറ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ് ഒരിക്കലും ഞാൻ രാജധാനി നിങ്ങൾക്ക് പ്രിഫർ ചെയ്യില്ല. കാരണം നമുക്ക് ഡേയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ട്രെയിനിന് പോകാൻ താല്പര്യമുള്ളവർക്ക് ബഡ്ജറ്റ് ട്രിപ്പിന് ഏറ്റവും സ്യൂട്ടബിൾ ഹിമസാഗർ എക്സ്പ്രസ് ആയിരിക്കും. കന്യാകുമാരി തൊട്ട് ജമ്മു താവി വരെ പോകുന്നതാണ് ഹിമസാഗർ എക്സ്പ്രസ് കേട്ടോ. നിങ്ങൾക്ക് ബഡ്ജറ്റ് ട്രിപ്പുകാർക്ക് സ്യൂട്ടബിൾ അതായിരിക്കും. അല്ല 1 ടൈമെങ്കിലും ഒന്ന് കൂപ്പയിൽ പോകണം, രാജധാനി പോകണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. ടോയ്ലറ്റും എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അങ്ങനെ നേരം വെളുത്തപ്പം നമുക്കൊരു ബെഡ് കോഫി കൊണ്ടുവന്നിട്ടുണ്ട്. ടീയോ കോഫി എന്ത് വേണമെങ്കിലും തരും. കൂടെ 2 ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു. ഞങ്ങൾ ടീയെ പ്രിഫർ ചെയ്ത്. ഇപ്പോൾ നേരം വെളുത്തോടെ നമ്മൾ പുറത്തോട്ടൊന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടപ്പം ഭംഗി തോന്നി ഷൂട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഗ്ലാസ് മൊത്തം ഡേർട്ടി ആയിരുന്നു കേട്ടോ. ഗ്ലാസ് മൊത്തം അഴുക്കായതുകൊണ്ട് നിങ്ങൾക്ക് വെളിയിലെ കാഴ്ചകൾ അങ്ങനെ കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ്. നമുക്കിങ്ങനെ ചാരിയിരിക്കാം. ഇപ്പോൾ കിടക്കുന്ന സമയത്ത് ചാരുന്ന ആ പോർഷൻ നമുക്ക് നൂർത്തിടാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സീറ്റ് അത്യാവശ്യം നല്ല വീതിയുണ്ട്. 2 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റി കേട്ടോ. ഇപ്പോൾ നമ്മൾ രാജധാനിയിൽ തന്നെ സെക്കൻഡ് AC പോയിട്ടുണ്ട് നമ്മുടെ ഒരു ഗോവ ട്രിപ്പിൽ. പക്ഷെ അവിടുന്ന് കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു മോളെയും കൊണ്ട് കിടക്കാൻ. പക്ഷേ ഇവിടെ വിശാലമായിട്ട് നമുക്ക് കിടക്കാൻ പറ്റി. അപ്പോൾ അത് നമ്മൾ ചാരുന്ന ആ പോർഷനും കൂടെ വിരിച്ചിട്ടാൽ മതി. അപ്പോൾ അങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എത്തി. നല്ല ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ചായയുണ്ട്, അല്ലെങ്കിൽ കോഫി ആണെങ്കിൽ കോഫി, പിന്നെ കോൺഫ്ലെക്സിനുള്ള മിൽക്കാണ് ഫ്ലാസ്കിൽ കൊണ്ട് തന്നിരിക്കുന്നത്. ചായ കിറ്റുണ്ട്. കൂടെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു ചൂടുവെള്ളം കൊണ്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് തരും കേട്ടോ. പിന്നെ നോൺ വെജ് ആയതുകൊണ്ട് നമുക്ക് ഓംലെറ്റും വെജിറ്റബിൾ സലാഡും കോൺഫ്ലെക്സ്, പഴം, പിന്നെ ബ്രെഡ്, ബട്ടർ, ജാമുണ്ട്. അങ്ങനെയൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വെജാണ് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഓംലെറ്റിന് പകരം 2 വെജ് കട്ട്ലേറ്റും പിന്നെ ബാക്കിയെല്ലാം സെയിം ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സെയിം ഫുഡ് തന്നെയാണ് 2 ദിവസവും നമുക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം ഒന്ന് വെജ് ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. പിന്നെ സെയിം ഐറ്റംസ് തന്നെ ആയതുകൊണ്ട് നമ്മളത് ഷൂട്ട് ചെയ്തിട്ടില്ല. 1 ഡേയിൽ സെയിം ഫുഡ് തന്നെ, ലഞ്ചും ഡിന്നറും എല്ലാം സെയിം ആയതുകൊണ്ട് ഒരു ദിവസത്തെ ഫുഡിൻ്റെ ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. പിന്നെ ട്രെയിനിൽ നമുക്ക് ഓൾറെഡി നല്ലൊരു പകൽ ദിവസം ഉണ്ട്. അപ്പം കുറേ നേരം അപ്പോൾ പിള്ളേർ ബോറടിക്കുമല്ലോ. അപ്പോൾ ബോറടിക്കാതിരിക്കും ഞാൻ പിള്ളേർക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ബുക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിനകത്ത് ഓൾറെഡി ടേബിൾ ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് ടൈം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടോ. അവർ കാഴ്ചകൾ കൊണ്ട് അല്ലാത്ത ടൈം കളർ ചെയ്തും പെയിൻ്റ് അടിച്ചും അങ്ങനെ അവരുടെ ടൈം അങ്ങനെ ഫണ്ണി ആയിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അധികം സമയം ആയില്ല, ഒരു 11:30 ആയി കാണും. 11 മണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്ക് നല്ല സൂപ്പ് കൊണ്ടുവന്നു. റെഡിമെയ്ഡ് സൂപ്പാണ്. അപ്പം ചൂടുവെള്ളവും ഫ്ലാസ്കിനകത്ത് കൊണ്ടിട്ടുണ്ട്. പിന്നെ ബട്ടർ, ബ്രെഡ് സ്റ്റിക്ക്, പിന്നെ നമുക്ക് ഒരു ചെറിയ പാക്കറ്റിൽ പെപ്പറും സാൾട്ടും ഉണ്ട്. ടേസ്റ്റി ആയിരുന്നു. റെഡിമെയ്ഡ് നമുക്ക് ഇൻസ്റ്റൻറ്റ് സൂപ്പ് സൂപ്പർ മാർക്കറ്റിലൊക്കെ ലഭിക്കുന്ന പാക്കറ്റാണ്. എന്നാലും കൊള്ളായിരുന്നു കേട്ടോ ടൊമാറ്റോ സൂപ്പ്. നമ്മൾ എറണാകുളത്തുനിന്ന് വെള്ളിയാഴ്ച വൈകിട്ട് കയറിയത്, അതായത് വെള്ളിയാഴ്ച രാത്രി 10:35 കയറിയത്. ഞായറാഴ്ച 12:30 ഡൽഹിയിലെത്തുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഡൽഹി പറഞ്ഞാൽ ഹസ്രത്ത് നിസാമുദ്ദീനിലാണ് എത്തുന്നത്. നിസാമുദ്ദീൻ ട്രെയിൻ സ്റ്റേഷനിലാണ് ഇത് എത്തുക കേട്ടോ. അപ്പോൾ അവിടെ 12:30 കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ദിവസം ശനിയാഴ്ചത്തെ ഫുൾ ഫുഡ് കിട്ടും.
ഞായറാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരെ കിട്ടത്തുള്ളൂ കേട്ടോ. ലഞ്ചൊന്നും കിട്ടത്തില്ല, സൂപ്പും കിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ സൂപ്പൊക്കെ കുടിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഓരോ സമയത്തും ചോദിക്കുന്നുണ്ട് വെജ് വേണോ നോൺ വെജ് വേണമെന്ന്. പിന്നെ സൂപ്പിന് മാത്രം ഓപ്ഷനില്ല, വെജ് മാത്രമേ ഉള്ളൂ സൂപ്പ്. ബാക്കി എല്ലാ ഫുഡിനും വെജ് വേണോ നോൺ വെജ് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാശ്മീർ ട്രിപ്പ് നമ്മൾ വെക്കേഷൻ ടൈമിൽ ഏപ്രിൽ മെയ് വെക്കേഷനോടനുബന്ധിച്ച് പോകാമെന്ന് വന്ന് പ്ലാൻ ചെയ്തപ്പോഴാണ് നമുക്ക് വന്ദേ ഭാരത് ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ന്യൂസും ഇതൊക്കെ വന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ടും കൂടാണ് പിന്നെ വൺ സൈഡ് അപ്പോൾ നമുക്ക് ട്രെയിനിന് പോകാം. അങ്ങനെയാണ് വന്ദേ ഭാരത് അവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് ചൈന ബ്രിഡ്ജൊക്കെ കാണുകയും ചെയ്യും, അതുവഴി ഒന്ന് ട്രാവലും ചെയ്യാമെന്ന് പ്ലാൻ ചെയ്താണ് നമ്മൾ ട്രെയിനിൻ്റെ ഇങ്ങനെ 60 ദിവസം മുമ്പ് വേണം ബുക്ക് ചെയ്യാൻ. കറക്റ്റ് 60 ദിവസം മുമ്പ് നമ്മൾ നോക്കിയിരുന്ന് ബുക്ക് ചെയ്യുകയോ ചെയ്തത് കേട്ടോ. രാജധാനി ബുക്ക് ചെയ്ത് പിന്നെ ഒരു 10-15 ദിവസം 1 മാസത്തോളം കഴിഞ്ഞിട്ടും നമുക്ക് വന്ദേ ഭാരത് സ്റ്റാർട്ടായില്ല. അങ്ങനെ നമ്മൾ പോകുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞു ഏപ്രിൽ 19 സ്റ്റാർട്ട് ചെയ്യത്തുള്ളെന്നും. അങ്ങനെ പിന്നെ പെട്ടെന്ന് നമ്മൾ എടുക്കുകയോ ചെയ്തത് കട്ര വരെയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ്സിലെ ടിക്കറ്റ് കേട്ടോ. അങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴേക്കും ലഞ്ച് വന്നു. നമുക്ക് ലഞ്ച് നോൺ വെജാണ്. അപ്പോൾ അതുകൊണ്ട് രസഗുളയുണ്ട്, തൈര്, ചോറ്, ചപ്പാത്തി, പരിപ്പ് കറി. നോൺ വെജുകാർക്ക് ചിക്കൻ കറിയുണ്ട്. അപ്പോൾ വെജുകാർക്ക് വേറെ പനീർ കറി ആയിരിക്കും. പിന്നെ ഒരു സബ്ജിയാണുള്ളത് കേട്ടോ. പിന്നെ നല്ലൊരു പിക്കിളുണ്ട്. പിക്കിൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഫുഡ്. ഇപ്പോൾ 3 ഹാഫ് ടിക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് 3 ഫുഡ് കിട്ടും. പിന്നെ സീറ്റ് മാത്രം ഇല്ലെന്നേ ഉള്ളായിരുന്നു കേട്ടോ. നമ്മൾ സീറ്റ് പ്രിഫർ ചെയ്തില്ല, കാരണം നമുക്ക് കൂപ്പേ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് മാത്രമല്ല അവൻ ഒറ്റയ്ക്കും കിടക്കത്തില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രിഫർ ചെയ്തത് കേട്ടോ. അതുകൊണ്ടായിരുന്നു തോന്നുന്നു ലാസ്റ്റ് ദിവസം നമുക്ക് കൂപ്പേ കൺഫേം വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മൾ 60 ദിവസം മുമ്പ് ബുക്ക് ചെയ്താലും ബുക്കിംഗ് കൺഫർമേഷൻ ആയാൽ പോലും കൂപ്പേ ആണോ അല്ല ക്യാബിനാണോ എന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. പോകുന്നതിന് തലേദിവസം നമുക്ക് കൂപ്പയാണ് കിട്ടിയതെന്ന് അലോട്ട് ചെയ്തതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും 4 മണിയാകുമ്പോഴേക്കും ചായ വന്നു. ചായയ്ക്കും ഗ്രാൻഡായിട്ട് സ്നാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. സാൻഡ്വിച്ച്, അതുപോലെ കച്ചൂരി, പിന്നെ സോനപ്പാപ്പിടി, ആൽമണ്ട്, ഇതൊക്കെയായിരുന്നു ചായക്കുള്ള കടികൾ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ഫുഡാണ്. അങ്ങനെ അത് ദിവസം കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം ഞായറാഴ്ച 12:30 ആയപ്പോൾ തന്നെ ഓൺ ടൈമിൽ തന്നെ നമ്മൾ നിസാമുദ്ദീനിലെത്തി. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നമുക്ക് അടുത്ത ന്യൂഡൽഹിയിൽ നിന്നാണ് നമുക്ക് കട്ടറയിലേക്കുള്ള വന്ദേ ഭാരത് ഉള്ളത്. അപ്പോൾ നമ്മൾ വേഗം ഇറങ്ങി. നമുക്ക് ഇവിടുന്ന് ഇനി 3 മണിക്കാണ് നമ്മുടെ വന്ദേ ഭാരത് കട്ടറയിലോട്ടുള്ളത്. അപ്പോൾ നമ്മൾ 12:30 ഇറങ്ങി നമ്മൾ എന്തായാലും ന്യൂഡൽഹി ചെന്ന് ലഞ്ച് കഴിച്ചിട്ട് കയറാമെന്ന് കണ്ട് നമ്മൾ ടാക്സി ഒക്കെ നോക്കി. നല്ല തിരക്കാണ്, പക്ഷേ ഓട്ടോറിക്ഷക്കാരും കുഴപ്പമില്ലായിരുന്നു. 300 റുപ്പീസിന് നമ്മളെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കാമെന്ന് പറഞ്ഞു. നമുക്ക് അത്യാവശ്യം ലഗേജും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തി നമ്മൾ വന്ന് കറക്റ്റ് പ്ലാറ്റ്ഫോമിലോട്ട് വരികയും നമുക്ക് പോകേണ്ട വന്ദേ ഭാരത് കട്രയിൽ നിന്ന് ഡൽഹിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കറക്റ്റ് പ്ലാറ്റ്ഫോമിൽ വന്നു കേട്ടോ. ഇനി ഇതാണ് ഒരു ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് കട്ടറിലോട്ട് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ഓറഞ്ച് വന്ദേ ഭാരതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ശരിക്കും ചൈന ബ്രിഡ്ജ് വഴി പോകുന്ന ആ വന്ദേ ഭാരതിന് വേണ്ടി കാത്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് അറിഞ്ഞത് 19-ാം തീയതി അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇടുന്ന ഈ സമയം വരെയും കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടുകൊണ്ട് നരേന്ദ്രമോദി അത് ഇനാഗുറേഷൻ മാറ്റി വെച്ചെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് കേട്ടോ. അപ്പോൾ ഇതുവരെ അത് സ്റ്റാർട്ട് ചെയ്തില്ല. പിന്നെ എന്തായാലും നമ്മൾ ഫ്ലൈറ്റ് ചാർജ് ലാസ്റ്റ് ടൈം കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി നന്നായിട്ട് ഹൈ ആയി. അതുകൊണ്ട് പിന്നെ നമ്മൾ എന്തായാലും വന്ദേ ഭാരതിൽ എന്തായാലും അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. പിള്ളേർക്കൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ കട്ടർ വഴി ആണ് ശ്രീനഗറിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കറക്റ്റ് ഇവിടുന്ന് 3 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവർ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് 2:45 കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കയറാൻ വേണ്ടി വന്ദേ ഭാരത് ഓപ്പൺ ചെയ്ത് തന്നത്. അങ്ങനെ നമ്മൾ കയറി. നല്ല നീറ്റ് ആൻഡ് ക്ലീനൊക്കെ ആയിരുന്നു. ബാത്റൂമും കുഴപ്പമില്ല, എല്ലാ ട്രെയിനിലൊക്കെ പോലെ തന്നെ. അങ്ങനെ പിന്നെ ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്നതിനൊക്കെ കുറച്ചും കൂടെ ക്ലീൻ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുഴപ്പമില്ല, ഗ്ലാസ്സൊക്കെ അത്യാവശ്യം ക്ലീനാണ്. നമ്മൾ രാജധാനി വെച്ച് നോക്കുമ്പോൾ ഗ്ലാസ് നല്ല ക്ലീനായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ ചൈന ബ്രിഡ്ജ് വഴി വന്ദേ ഭാരതിൽ കയറി ശ്രീനഗർ പോകാനുള്ള നമ്മുടെ ട്രിപ്പാണ് ഇപ്പോൾ കട്ര വരെയുള്ള ഈ വന്ദേ ഭാരതിലോട്ട് മാറ്റിയത്. അങ്ങനെ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമുക്കെല്ലാം ഫ്ലവർ കൊണ്ടു തന്നു. പിന്നെ നിങ്ങൾക്ക് ഹിമസാഗർ വരുവാണെങ്കിൽ ജമ്മു താവിയിൽ വന്ന് ഇറങ്ങാവുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഷെയർ ടാക്സിയോ അല്ലെങ്കിൽ നോർമൽ ടാക്സിയൊക്കെ വിളിച്ച് അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ശ്രീനഗറിൽ എത്തിച്ചേരാവുന്നതാണ്. ഇപ്പോൾ കട്രയിൽ വരുന്ന നിങ്ങൾ ഈ വന്ദേ ഭാരതിൽ വരുന്നവർക്കാണെങ്കിലും ഇവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം വേണമെങ്കിലും ശ്രീനഗറിലേക്ക് പോകാം. നമുക്ക് കട്രയിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഏകദേശം 6 മണിക്കൂറോളം യാത്രയുണ്ട് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ സ്നാക്സും കൊണ്ട് തന്നു കേട്ടോ. നമുക്ക് സ്നാക്സ് ഭയങ്കര രാജകീയമായ സ്നാക്സ് തന്നെയായിരുന്നു. കാരണം ക്രൂസിയാൻ്റെ പിന്നെ കുറേ നോർത്തേൺ ഇന്ത്യൻ സ്നാക്സുകളാണ് കേട്ടോ. പിന്നെ കപ്പലിൻ്റെ മുട്ടായി, നല്ല ആൽമണ്ട് ജ്യൂസ്, ചായ,
കോഫി ഉണ്ടവർക്ക് കോഫി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സൂപ്പ് വന്നു. സൂപ്പ് നമുക്ക് സെയിം രാജധാനി കിട്ടിയ പോലെ തന്നെ സൂപ്പ് തന്നെയായിരുന്നു. ബ്രസ്റ്റ് ക്രംസും ടൊമാറ്റോ സൂപ്പ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഡൽഹിയിൽ നിന്ന് കട്ടറിലോട്ട് പോകുന്ന ഈ രാജധാനിയിൽ ഫുഡ് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ വെജ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് നോൺ വെജ് ഓപ്ഷൻ ഒന്നുമില്ല, ഓൺലി വെജേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സെയിം നമുക്ക് രാജധാനി കിട്ടിയ ഫുഡ് തന്നെ വെജ് ആയതുകൊണ്ട് ചിക്കന് പകരം പനീർ കറി ആയിരുന്നു മാത്രം കേട്ടോ. അങ്ങനെ രാത്രി 11:25 കട്ടറ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ എത്തിയത്. ഇവിടെ വരെയുള്ളൂ ഈ ട്രെയിന്. നല്ല തിരക്കായിരുന്നു കേട്ടോ. വണ്ടി എല്ലാ സീറ്റ് ഫുള്ളായിരുന്നു. ഇവിടെ വന്നപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വേറെയും ട്രെയിനുകളൊക്കെ വന്നിറങ്ങി അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കട്ടറ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നിങ്ങൾക്ക് ടാക്സി വിളിച്ച് പോകാം, ഷെയർ ടാക്സി എടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇവിടുന്ന് പോകാവുന്നതാണ്. 6 മണിക്കൂർ നിങ്ങൾക്ക് ഇവിടുന്ന് യാത്രയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ വരുന്നതിന് മുൻപ് നമ്മൾ സെൽഫാണ് വന്നത്, പാക്കേജുകളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡയറക്റ്റ് ജമ്മു കാശ്മീരിലുള്ള ശ്രീനഗറിലുള്ള ഒരു ഏജൻസി വഴി ഒരു ടാക്സി റെൻ്റ് എടുത്തിട്ടുണ്ട്, വിത്ത് ഡ്രൈവറോട് കൂടെ. വിത്ത് ഡ്രൈവറും വിത്തൗട്ട് ഡ്രൈവറായിട്ട് നിങ്ങൾക്ക് റെൻറ്റിനും കാർ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഒരു ദിവസത്തേക്ക് 2500 രൂപയാണ് ചാർജ് വരുന്നത്, ഇൻക്ലൂഡിങ് പെട്രോളും ഡ്രൈവർ ബാറ്റയും ഡ്രൈവറിൻ്റെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടാക്സിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ടാക്സിക്ക് വേണ്ടി വെളിയിൽ വന്ന് ഇവിടെ അത്യാവശ്യം നല്ല സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ലൈറ്റിംഗ് ഒക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ പുറത്തോട്ട് വന്ന് ടാക്സി സ്റ്റാൻഡിൽ എത്തിയപ്പം നമ്മുടെ ഡ്രൈവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് 6 മണിക്കൂർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ശ്രീനഗറിലേക്ക് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് ട്രാവൽ ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് പോകുന്ന വഴിക്ക് ഉധംപൂരിന് തൊട്ട് മുമ്പായിട്ട് നമ്മളൊരു ഹൈവേയിൽ തന്നെ ഉള്ള ഒരു റൂമിൽ താമസിക്കാൻ പ്ലാൻ ചെയ്തു, ഹൈവേ ലോഡ്ജിൽ. അങ്ങനെ നമ്മൾ ഉധംപൂരിനടുത്തുള്ള നമ്മുടെ ലോഡ്ജ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് ഇപ്പം രാത്രി 1 മണിക്ക് ശേഷം അവിടെ എത്തത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം കോസ്റ്റ്ലി അല്ലാത്ത ഒരു ലോഡ്ജാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കാരണം അധികം വേണ്ട, നമുക്ക് രാവിലെ തന്നെ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് പോയെങ്കിൽ നമുക്ക് മാക്സിമം ഒരു ഡേ ഫുള്ള് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ലോഡ്ജായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് നിറയെ ആടിമകളെയും ആട്ടിടയന്മാരെയും ഈ വഴി കാണാൻ സാധിച്ചു. അപ്പം നമ്മുടെ ഡ്രൈവർ നമ്മളോട് പറഞ്ഞത് ജമ്മുവിൽ നിന്ന് നമ്മുടെ കാശ്മീരിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ അങ്ങോട്ട് കാശ്മീരിലോട്ട് സമ്മർ സീസൺ ആകുമ്പോൾ ഇങ്ങനെ ഇടയന്മാർ പലായനം ചെയ്ത് പോകുന്നു. വിൻ്റർ സമയത്ത് അവിടുന്ന് തിരിച്ച് ജമ്മുവിലോട്ട് വരും. ഇപ്പോൾ ശരിക്കും ഇവർ താമസിക്കുന്നത് ജമ്മുവിലാണ്. അപ്പം നമ്മുടെ വിൻ്റർ സീസൺ ആകുമ്പോൾ ഈ ആടുകളെയും കൊണ്ട് ഇടയന്മാർ അങ്ങോട്ട് കാശ്മീരിലോട്ട് വരികയും വിൻ്റർ സീസണിൽ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വരികയും ചെയ്യുന്നു പറയും. അങ്ങനെ ഒത്തിരി റോഡിൽ ഇങ്ങനെ കാണാൻ സാധിച്ചു കേട്ടോ, ഇടയന്മാരും ആടുകളുമായിട്ട് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ മനോഹരമായി നമ്മുടെ കട്ടറയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള യാത്ര വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.